സർവകലാശാല ക്യാമ്പസിൽ പ്രവേശിക്കരുതെന്ന് VC നോട്ടീസ് നൽകിയതിന് പിന്നാലെ രജിസ്ട്രാർ KS അനിൽകുമാർ അവധിക്ക് അപേക്ഷിച്ചു. ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ ഇന്നു മുതൽ അവധി വേണമെന്ന് രജിസ്ട്രാർ പറഞ്ഞു. സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്നാണ് VC ഡോക്ടർ മോഹൻ കുന്നുമൽ ചോദിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, ഇതിങ്ങനെ ഇന്ന് പൊതുപണിയൊക്കെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് സർവകലാശാലയിലെ സംഭവവികാസങ്ങൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞേനെ. എന്താണ് ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി അവധിക്ക് പോകുന്നത്? നമുക്കറിയാം ഇതിപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ട് അദ്ദേഹം അവധിക്ക് നൽകുന്നതാണ് എന്ന്. അതിനിപ്പോൾ അതിൻ്റെ നിയമസാധ്യതകൾ എങ്ങനെയാണ്? ദിവിഷ്, സിൻഡിക്കേറ്റിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി മുഖവിലേക്ക് എടുക്കാത്തതുകൊണ്ട് തന്നെ VC രജിസ്ട്രാർ ജോലിക്കെത്തുകയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ നടപ്പാക്കുകയും തുടങ്ങിയതിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. രാവിലെ നോട്ടീസ് നൽകിയിരുന്നു. ക്യാമ്പസിൽ പ്രവേശിച്ചതിനെതിരെയാണ് നോട്ടീസ് നൽകിയത്. മാത്രമല്ല, അത് തുടർന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫയൽ നോക്കലും അത്തരം ഔദ്യോഗിക നിർവഹണം സസ്പെൻഷനുള്ളപ്പോൾ തുടർന്നാൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് സിസ തോമസ്, താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് നോട്ടീസ് നൽകിയിരുന്നു. പിന്നാലെ ഇന്നിപ്പോൾ VC മോഹൻ കുന്നുമൽ ചുമതലയേറ്റു. അദ്ദേഹം വീണ്ടും അവധി കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ക്യാമ്പസിൽ എത്തിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ഈ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ KS അനിൽകുമാർ താൻ അവധിയിൽ പോവുകയാണ്, അല്ലെങ്കിൽ തനിക്ക് അവധി വേണമെന്ന അപേക്ഷ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇമെയിൽ ID നിന്ന് ഡോക്ടർ മോഹൻ കുന്നുമലിന് അയച്ചിരിക്കുകയാണ്. പക്ഷേ സസ്പെൻഷനിൽ ഉള്ള ഒരാളുടെ അവധി അപേക്ഷയ്ക്ക് ഒരു പ്രസക്തിയുമില്ലെന്നും അത് അനാവശ്യവുമാണെന്ന നിലപാടാണ് VC മോഹൻ കുന്നുമലിനുള്ളത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ അവധി അപേക്ഷ നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം VCയുടെ കാഴ്ചപ്പാടിൽ രജിസ്ട്രാർ KS അനിൽകുമാർ സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ പിൻവലിച്ചത് സിൻഡിക്കേറ്റാണ്, അത് നിയമപരമല്ല എന്ന നിലപാടിലാണ് VC ഉള്ളത്, ചാൻസലർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവധി അപേക്ഷ VC പരിഗണിക്കുന്നേയില്ല.